ശബരിമല വിഷയത്തിൽ ഇരുപക്ഷത്തിന്റെയും വാദങ്ങളിൽ ന്യായമുണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഈ വിഷയത്തിൽ ആദ്യത്തെ അഭിപ്രായമല്ല ഇപ്പോൾ തനിക്കുള്ളത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചപ്പോഴാണ് ശബരിമല വിഷയം കൂടുതൽ മനസ്സിലായത്. ദുബായിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ശബരിമല വിഷയത്തിൽ പാർട്ടി നിലപാടല്ല തന്റേതെന്നും സ്ത്രീകൾക്ക് തുല്യ അവകാശമുണ്ടെന്നും രാഹുൽ ഗാന്ധി മുൻപ് പറഞ്ഞിരുന്നു. സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള എവിടെയും പ്രവേശനം അനുവദിക്കണമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമല വിഷയം ദേശീയ തലത്തിൽ ഉയർത്തുന്നതിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സോണിയാഗാന്ധി തടഞ്ഞതായും വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ UAE സന്ദർശനത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ശബരിമല വിഷയത്തോടുള്ള ചോദ്യത്തിന് രാഹുൽ ഗാന്ധിയുടെ മറുപടി ഇങ്ങനെ: My initial position was different than my position today. The arguments of the people of Kerala, I can see validity in both arguments. Tradition needs to be protected, and I can see validity in the argument that women should have equal rights. And it is actually after I spoke to the people of Kerala, PCC and the team in Kerala, that they explained to me the details of it, where I said, okay, actually this is much more complicated, and both sides have a valid position. ശബരിമല വിഷയത്തിൽ രാജ്യത്തെ പരമോന്നത കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്യാൻ താൻ തയ്യാറല്ലെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസിനെ ഒഴിവാക്കി ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും BSPയും സഖ്യം പ്രഖ്യാപിച്ചത് പാർട്ടിക്ക് തിരിച്ചടിയല്ല എന്ന് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. BSP അധ്യക്ഷ മായാവതിയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും താൻ ഏറെ ബഹുമാനിക്കുന്ന നേതാക്കളാണ്. കോൺഗ്രസിനെ ഒഴിവാക്കി സഖ്യമുണ്ടാക്കാൻ ഇരുവർക്കും അവകാശമുണ്ട്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച മുന്നേറ്റം നടത്തും. കോൺഗ്രസ് മഹാസഖ്യത്തിന്റെ ഭാഗമായാലും ഇല്ലെങ്കിലും BJPക്ക് ഇത്തവണ UPയിൽ നിന്ന് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നാളെ മകരവിളക്കിനും മകരജ്യോതി ദർശനത്തിനുമായി ശബരിമല ഒരുങ്ങി. മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾക്ക് ഇന്നലെ സന്നിധാനത്ത് തുടക്കമായി. തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിലാണ് ശുദ്ധിക്രിയകൾ തുടങ്ങിയത്. പ്രസാദ ശുദ്ധിക്രിയയാണ് ഇന്നലെ നടന്നത്. ഇന്ന് ഉച്ചപൂജയോടെ ബിംബ ശുദ്ധിക്രിയകളും നടക്കും. പന്തളം കൊട്ടാരത്തിൽ നിന്ന് യാത്ര തുടങ്ങിയ തിരുവാഭരണ ഘോഷയാത്ര 14-ാം തീയതി വൈകിട്ട് 6:30യോടുകൂടി അയ്യപ്പ സന്നിധിയിലെത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തി ദീപാരാധനയും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനവും നടക്കും. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ദീപാരാധന കഴിഞ്ഞ് 7:52-നാണ് മകരസംക്രമം. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണം കുറവാണ്. ഇന്നലെയും ഇന്നുമായി എത്തുന്ന തീർത്ഥാടകർ ഇനി മകരജ്യോതിയും കണ്ടേ മലയിറങ്ങൂ. ഇത്തവണ പമ്പ ഹിൽ ടോപ്പിൽ മകരജ്യോതി ദർശനത്തിന് അനുമതിയില്ല. സന്നിധാനത്തും പരിസരത്തുമായി 8ഓളം കേന്ദ്രങ്ങൾ മകരജ്യോതി ദർശനത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. പാണ്ടിത്താവളമാണ് ഇതിൽ പ്രധാന കേന്ദ്രം. കനത്ത സുരക്ഷയാണ് പോലീസ് ഇവിടങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹൈക്കോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയും ദേവസ്വം ബോർഡും ഇന്നും ഒരുക്കങ്ങൾ വിലയിരുത്തും. ന്യൂസ് 18 സന്നിധാനം. മകരവിളക്കിന് ഒരു ദിനം ശേഷിക്കെ മകരജ്യോതിയുടെ പുണ്യം നുകരാൻ സന്നിധാനത്തും പരിസരത്തും തീർത്ഥാടകർ തമ്പടിച്ചു തുടങ്ങി. മകരജ്യോതി ദർശനത്തിന്റെ പ്രധാന കേന്ദ്രമായ പാണ്ടിത്താവളത്തിൽ പർണശാലകൾ ഉയർന്നു കഴിഞ്ഞു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പാണ്ടിത്താവളത്തിൽ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം തീരെ കുറവാണ്. മകരജ്യോതി ദർശിക്കാനെത്തുന്നവരുടെ പ്രധാന കേന്ദ്രമാണ് പാണ്ടിത്താവളം. ഇവിടെയാണ് ജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ പർണശാലകൾ കെട്ടുന്നത്. കഴിഞ്ഞ സീസണിൽ ഇവിടം നിറയെ പർണശാലകളായിരുന്നു. തീർത്ഥാടകർ കുറഞ്ഞതോടെ പർണശാലകളും ശുഷ്കമായി. വനത്തിലെ അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് തുണിയും ടാർപോളിനും ഉപയോഗിച്ചാണ് പർണശാലകൾ കെട്ടിയിരിക്കുന്നത്. കാട്ടുകമ്പുകളും കാട്ടിലകളും ഉപയോഗിച്ചിട്ടുണ്ട്. സ്വയം ഭക്ഷണം പാകം ചെയ്താണ് കഴിക്കുന്നത്. 2 ദിവസത്തേക്കുള്ള പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളുമായാണ് ഇവരെല്ലാം എത്തിയത്. ആനയടക്കമുള്ള മൃഗങ്ങളുടെ ശല്യമുള്ളതിനാൽ കർപ്പൂരം കത്തിച്ചുവെച്ച് ശരണം വിളിച്ചാണ് ഇവിടെ എത്തുന്നവർ രാത്രി കഴിയുന്നത്. തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാനത്തുള്ളവർ. പാലക്കാട് ജില്ലയിൽ നിന്നെത്തിയ മലയാളി തീർത്ഥാടകരും ഇവിടുണ്ട്. മുൻവർഷങ്ങളിൽ വലിയ തിരക്കാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് തീർത്ഥാടകരിൽ ചിലർ. നമ്മൾ വെളിയിൽ ഇറങ്ങിയ തേനീച്ചക്കൂട് ഇളകിയ ഏത് തരത്തിലാണ് സ്വാമിമാര്, ആ രീതിയിലായിരുന്നു ഇവിടെ. ഒരു കാൽപാദം വെക്കാൻ പറ്റില്ല. ഭസ്മക്കുളത്തിൽ കുളിക്കാൻ പോയ സ്വാമിമാരുടെ തിരക്കോട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. ഇന്ന് ഞാൻ കുളത്തിൽ കുളിച്ചിട്ടാണ് വരുന്നത്. ആരിന്റെ തിരക്കില്ല, 10 സ്വാമിമാരേ ഉള്ളൂ. പാണ്ടിത്താവള ദേവനം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കംപ്ലീറ്റ് വിരിയൊക്കെ വെച്ച്, പിന്നെ ചിലപ്പോൾ രാത്രിയൊക്കെ ആനയൊക്കെ ഇറങ്ങാറുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ കുറെ കൊല്ലങ്ങളായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം നോക്കുമ്പോൾ ആളേ ഇല്ല. ആടിപ്പാടി നൃത്തം ചെയ്തു പോകുന്നവരുടെയും നെയ്യഭിഷേകത്തിന് തയ്യാറാകുന്നവരുടെയും കാഴ്ചകൾ ഇവിടെ കുറവാണ്. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും നാളെ പൊന്നമ്പലമേട്ടിൽ ഉയരുന്ന മകരജ്യോതിയുടെ പുണ്യം തേടിയുള്ള കാത്തിരിപ്പിലാണിവർ. വരിവരിയായി നിറഞ്ഞു നിൽക്കുന്ന പർണശാലകളാണ് പാണ്ടിത്താവളത്തിന്റെ ഭംഗി.
തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞതോടെ വിരലിലെണ്ണാവുന്ന പർണശാലകൾ മാത്രമാണ് പാണ്ടിത്താവളത്തിലുള്ളത്. പാണ്ടിത്താവളത്തിലുള്ള പർണശാലകളേറെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടേതാണ്. ക്യാമറാമാൻ പ്രവീൺ നെല്ലുമുടിനൊപ്പം ജോയ് നായർ, ന്യൂസ് 18. മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി പന്തളത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര പര്യടനം തുടരുന്നു. പരമ്പരാഗത പാതകളിലൂടെയാണ് തിരുവാഭരണ ഘോഷയാത്ര നീങ്ങുന്നത്. ഇന്ന് പുലർച്ചെ 4-ന് അയിരൂരിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം രാത്രി ലാഹ സത്രത്തിൽ സമാപിക്കും. നാളെ രാവിലെ നിലയ്ക്കൽ അട്ടത്തോട് വഴി കരിമല കയറുന്ന പന്തളം കൊട്ടാര പ്രതിനിധി രാഘവർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം ശരംകുത്തിയിൽ നിന്നും സന്നിധാനത്തേക്ക് പ്രയാണം തുടരും. യുവതീ പ്രവേശന വിവാദ പശ്ചാത്തലത്തിലും രാജകുടുംബത്തിന് ഭീഷണിയുണ്ടെന്ന പരാതിയെ തുടർന്നും കർശന പോലീസ് സുരക്ഷയാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഉള്ളത്. ശബരിമല മകരവിളക്കിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ പമ്പയിൽ KSRTCയുടെ കർപ്പൂരാഴി പൂജ. MD ടോമിൻ ജെ തച്ചങ്കരിയും കർപ്പൂര ആഴി അർപ്പിക്കാൻ എത്തി. 2 മാസം നീളുന്ന തീർത്ഥാടന കാലം അനിഷ്ടങ്ങളില്ലാതെ പൂർത്തിയാവുന്നതിന്റെ നന്ദി പ്രകടനമായിരുന്നു KSRTCയുടെ കർപ്പൂരാഴി. MD ടോമിൻ ജെ തച്ചങ്കരി ഹോമകുണ്ടത്തിൽ അഗ്നി പകർന്നപ്പോൾ ജീവനക്കാർ കാർമ്മികരായി. കേരളത്തിന്റെ സ്വന്തം ആനവണ്ടി കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ രക്ഷയ്ക്ക് ദൈവസഹായം കൂടിയേ തീരുവെന്ന് ടോമിൻ ജെ തച്ചങ്കരി. വൈദ്യുതി ബസ്സുകളുടെ പരീക്ഷണം, നിലയ്ക്കൽ ചെയിൻ സർവീസ് തുടങ്ങി കടുത്ത പരീക്ഷണങ്ങളെ തരണം ചെയ്ത് റെക്കോർഡ് നേട്ടമാണ് KSRTC ഇത്തവണ ശബരിമലയിൽ കൊയ്തത്. മകരവിളക്ക് കാലത്തെ തിരക്ക് ക്രമീകരിക്കുന്നതിനായി 1000-ഓളം ബസ്സുകളാണ് അധിക സർവീസ് നടത്തുക. ന്യൂസ് 18 പമ്പ. സഭാതർക്കം നിലനിൽക്കുന്ന കോലഞ്ചേരി പഴന്തോട്ടം പള്ളിയിൽ സംഘർഷാവസ്ഥ തുടരുന്നു. പള്ളിക്ക് സമീപമുള്ള ചാപ്പലിൽ യാക്കോബായ സഭാധ്യക്ഷൻ തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയും വിശ്വാസികളും പ്രാർത്ഥന നടത്തി. അതേസമയം ഇന്നലെ പുലർച്ചെ പള്ളിയുടെ പൂട്ടുപൊളിച്ച് അകത്തു കടന്ന ഓർത്തഡോക്സ് വൈദികനും വിശ്വാസികളും ഇപ്പോഴും പള്ളിക്കുള്ളിലാണ്. ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് അവിടെ? പ്രത്യേകിച്ചും അനുരഞ്ജന ശ്രമങ്ങളൊന്നും ഒരു ഭാഗത്തും ആരംഭിച്ചിട്ടില്ലല്ലോ. സഭാതർക്കത്തിൽ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ സമരം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ കാതോലിക്ക ബാവയുടെ ഉപവാസ സമരം ആരംഭിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് രാവിലെ ഉപവാസം അവസാനിപ്പിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരും RDOയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഉപവാസം അവസാനിപ്പിച്ച് പുത്തൻകുരിശിലേക്ക് മടങ്ങിയത്. അദ്ദേഹത്തിന് ഉപവാസം അവസാനിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് പള്ളിയിൽ കയറി പ്രാർത്ഥന നടത്തണം എന്നൊരു ആഗ്രഹം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ പള്ളിയിൽ കയറി പ്രാർത്ഥന നടത്താൻ അനുവദിക്കാനാവില്ല എന്ന് പോലീസ് അറിയിച്ചു. അതിനെ തുടർന്ന് ഈ പള്ളിക്ക് സമീപമുള്ള ചാപ്പലിൽ, എൻ്റെ വലതുവശത്ത് കാണുന്ന ഒരു ചെറിയ ചാപ്പലുണ്ട്, അത് പഴയ ചാപ്പലാണ്. ആ ചാപ്പലിൽ അദ്ദേഹത്തിന് പ്രാർത്ഥന നടത്താനുള്ള അവസരം നൽകി. അതിനുശേഷം ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ബാവ ഇവിടെ നിന്ന് മടങ്ങിയത്, പുത്തൻകുരിശിലേക്ക് മടങ്ങിയത്. അതേസമയം പള്ളിക്കുള്ളിൽ ഓർത്തഡോക്സ് ഭാഗം, അതിന് തൊട്ടിപ്പുറത്തുള്ള പള്ളിയുണ്ട്, ആ പള്ളിക്കുള്ളിൽ ഇന്നലെ പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന ഓർത്തഡോക്സ് ഭാഗം ഇപ്പോഴും അതിനകത്ത് തുടരുകയാണ്. അതിനകത്ത് 2 വൈദികരും ഏതാണ്ട് 20ഓളം വിശ്വാസികളുമാണുള്ളത്. അവരിപ്പോഴും ആ പള്ളിക്കുള്ളിൽ തന്നെ തുടരുകയാണ്. ചാപ്പൽ പ്രവേശിച്ചിരിക്കുന്ന യാക്കോബായ വിഭാഗം ഇപ്പോൾ അവിടെ നിന്ന് വിട്ടുപോവില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് മുഴുവൻ പ്രാർത്ഥനാ യജ്ഞവുമായി അവർ അവിടെ തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മെത്രോപൊലിത്തമാരടക്കമുള്ളവർ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും അവിടെ എത്തും എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും രാവിലെ നടന്ന ഒരു ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ബാവ തിരുമേനി ഈ ഉപവാസം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പോയതെങ്കിലും വിശ്വാസികൾ ഇപ്പോഴും ഇവിടെ നിന്ന് വിട്ടുപോകാൻ തയ്യാറല്ല. അവരിപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളി കോമ്പൗണ്ടിൽ തന്നെ ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗവും അതേപോലെ യാക്കോബായ വിഭാഗവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷത്തിനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. പക്ഷേ ഇരുപക്ഷവും തമ്മിൽ വലിയ ഏറ്റുമുട്ടലോ വാക്കുതർക്കങ്ങളോ ഒന്നുമില്ല. അവർ രണ്ടുപേരും പ്രാർത്ഥനയിലാണ്. ഒരു വിഭാഗത്തെ യാക്കോബായ പക്ഷത്തിന്റെ പ്രാർത്ഥന നടക്കുമ്പോൾ ഇപ്പുറത്തെ ഓർത്തഡോക്സ് പക്ഷത്തിന്റെ പ്രാർത്ഥനയും നടക്കുന്നു. രണ്ടുപേരും ഇപ്പോൾ പള്ളി കോമ്പൗണ്ടിനുള്ളിൽ പ്രാർത്ഥനായജ്ഞ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. രഞ്ജിത്ത്. ശരി ശ്രീനാഥ്. ഒരിടവേളയ്ക്ക് ശേഷം ഫ്രാൻസിൽ മഞ്ഞക്കുപ്പായക്കാരുടെ പ്രതിഷേധം ശക്തി പ്രാപിക്കുന്നു. പ്രതിഷേധം വ്യാപിക്കുന്നത് സർക്കാരിനും തലവേദനയാവുകയാണ്. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുവാൻ രാജ്യത്ത് ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ധന വില വർധനയെ തുടർന്നാണ് ഫ്രഞ്ച് ജനത പ്രതിഷേധവുമായി തെരുവുകളിൽ ഇറങ്ങിയത്. മഞ്ഞ ജാക്കറ്റ് ധരിച്ച് പാരീസ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലേക്ക് പ്രതിഷേധവുമായി എത്തിയവർ വാഹനങ്ങൾ കത്തിച്ചും പോലീസിന് നേരെ കല്ലേറ് നടത്തിയും പ്രതിഷേധം ശക്തമാക്കി. ഇതോടെ പല നഗരങ്ങളിലും പോലീസ് നടപടിയുമുണ്ടായി.
കഴിഞ്ഞ വർഷാവസാനത്തോടെ പ്രതിഷേധം തണുത്തെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം മഞ്ഞക്കുപ്പായക്കാർ കൂടുതൽ ശക്തരായി തെരുവുകളിൽ ഇറങ്ങിയിരിക്കുകയാണ്. ദൈനംദിന ജീവിത ചെലവ് ഉയരുന്നതിനെ പിടിച്ചു നിർത്താൻ സർക്കാരൊന്നും ചെയ്യുന്നില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ പരാതി. പാരീസിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 3.25 ലക്ഷത്തിലധികം പേർ പ്രതിഷേധവുമായി രാജ്യമെമ്പാടും തെരുവുകളിൽ ഇറങ്ങിയെന്നാണ് കണക്കുകൾ. ഇത്തവണത്തെ പ്രതിഷേധത്തിൽ അക്രമ സംഭവങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രതിഷേധക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച പൊതുയോഗം ചേരുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മക്രോൺ നേരത്തെ അറിയിച്ചിരുന്നു. അതാത് സ്ഥലങ്ങളിലെ ടൗൺ ഹാളുകളിലെ യോഗങ്ങളിലൂടെയും ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെയും പൊതുജനങ്ങൾക്ക് ചർച്ചകളിൽ പങ്കെടുക്കാം. മഞ്ഞക്കുപ്പായക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യത്തിനുള്ളിൽ ശക്തമായ സുരക്ഷയാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അഭയാർത്ഥിയായി കാനഡ സ്വീകരിച്ച സൗദി യുവതി കനേഡിയൻ നഗരമായ ടൊറന്റോയിലെത്തി. വീട്ടുകാരുടെ പീഡനത്തെ തുടർന്ന് സൗദിയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് നാടുകടക്കാൻ ശ്രമിച്ച യുവതി ബാങ്കോക്കിൽ വെച്ച് പോലീസ് പിടിയിലായിരുന്നു. സൗദിയിലേക്ക് തന്നെ മടക്കി അയക്കാനുള്ള ശ്രമങ്ങളെ സമൂഹമാധ്യമങ്ങളിലൂടെ എതിർത്ത 18കാരുടെ പോരാട്ടം ലോകശ്രദ്ധ പിടിച്ചുപറ്റി. ധീരയായ പുതിയ കാനഡക്കാരി എന്ന് വിശേഷിപ്പിച്ചാണ് കനേഡിയൻ വിദേശകാര്യമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് 18കാരിയായ റഹഫ് മുഹമ്മദ് അൽ ഖുനിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. വീട്ടുകാരുടെ പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് റഹഫ് ഖുനിൻ സൗദിയിൽ നിന്നും ബാങ്കോക്ക് വഴി ഓസ്ട്രേലിയയിലേക്ക് അഭയാർത്ഥിയായി കടക്കാൻ ശ്രമിച്ചത്. എന്നാൽ ബാങ്കോക്ക് ഇമിഗ്രേഷൻസ് അധികൃതരുടെ പിടിയിലായ ഖുനിനെ അവർ തിരികെ സൗദിയിലുള്ള രക്ഷിതാക്കളുടെ അരികിലേക്ക് മടക്കി അയക്കാൻ തീരുമാനിച്ചു. വിമാനത്താവളത്തിലെ ഹോട്ടൽ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ ക്വിനിൻ പ്രതിരോധം തീർത്തു. സൗദിയിലേക്ക് തിരികെ അയക്കരുതെന്ന് അപേക്ഷയുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ രംഗത്തു വന്നു. 18കാരിയുടെ പ്രതിഷേധം ലോക ശ്രദ്ധ ആകർഷിച്ചതോടെ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടു. കാനഡ ഇവരെ അഭയാർത്ഥിയായി സ്വീകരിക്കാനും തയ്യാറായി. ജയിലിൽ അടച്ചിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ സൗദി അറേബ്യ വിടുവിക്കണമെന്ന് കാനഡ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വഷളായ കാനഡ സൗദി ബന്ധത്തെ പുതിയ സംഭവ വികാസങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കും. കാനഡയുമായി സൗദി പുതിയ വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്നില്ല. കനേഡിയൻ അംബാസിഡറെ സൗദി പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ തങ്ങളുടെ രാജ്യത്തിലേക്ക് അഭയാർത്ഥിയായി കടക്കാൻ ശ്രമിച്ച സൗദി പെൺകുട്ടിയെ സ്വീകരിക്കാൻ ഓസ്ട്രേലിയൻ ഭരണകൂടം വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്ന് കാട്ടി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. 2020 നടക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് 2 പേർ രംഗത്ത്. ട്രംപിന് ഇനിയും അവസരങ്ങൾ നൽകരുത് എന്നാണ് സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുള്ളവരുടെ വാദം. ഇന്ത്യൻ വംശജയും US പാർലമെന്റിലെ ആദ്യ ഹിന്ദു അംഗവുമായ തുൾസി ഗബാർഡ്, ജൂലിയൻ കാസ്ട്രോ എന്നിവരാണ് സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുൾസി അടുത്ത ആഴ്ച ഔദ്യോഗികമായി തന്നെ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കും. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ ബേക്കറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. പൊള്ളലേറ്റ 40-ലധികം പേരുടെ സ്ഥിതി ഗുരുതരമാണ്. പാചകവാതകം ചോർന്നതിനെ തുടർന്നാണ് പാരീസിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ബേക്കറിയിൽ തീപിടുത്തമുണ്ടായത്. മരിച്ചവരിൽ 2 പേർ അഗ്നിശമന സേനാംഗങ്ങളും മറ്റൊരാൾ സ്പെയിനിൽ നിന്ന് എത്തിയ വനിതയുമാണ്. പാചകവാതകം ചോരുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേന സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി സ്ഫോടനമുണ്ടാവുകയായിരുന്നു. ഹെലികോപ്റ്ററിൽ എത്തിയാണ് പൊള്ളലേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. സഖ്യം തുടരാൻ ബിജെപിക്ക് താൽപര്യമില്ലെങ്കിൽ NDA വിടുമെന്ന് സുഹൽദേവ് ഭാരതീയ സമാജ്വാദി പാർട്ടി നേതാവും യോഗി ആദിത്യനാഥ് സർക്കാരിലെ മന്ത്രിയുമായ ഓം പ്രകാശ് രാജ്ഭർ. സമാജ്വാദി പാർട്ടിയും BSPയും സഖ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഓം പ്രകാശ് രാജ്ഭർ നിലപാട് വ്യക്തമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുന്നതിനെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കാൻ ബിജെപിക്ക് 100 ദിവസം സമയം നൽകിയിട്ടുണ്ട്. സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും രാജ്ഭർ പറഞ്ഞു. ഏറെ നാളായി NDAയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് സുഹൽദേവ് സമാജ് പാർട്ടി. 2019 BJP ജയിച്ചാൽ പിന്നെ അടുത്ത 50 വർഷം ആർക്കും താഴെ ഇറക്കാൻ സാധിക്കില്ല എന്ന BJP അധ്യക്ഷൻ അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ നടൻ പ്രകാശ് രാജ്. അങ്ങനെ പറയാൻ അമിത്ഷായുടെ പിതൃസ്വത്തല്ല ഇന്ത്യ എന്നായിരുന്നു പ്രകാശ് രാജിന്റെ പ്രതികരണം. വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമ്പോൾ 1 വോട്ടാണ് ലഭിക്കുന്നത് എങ്കിൽ പോലും അതിനത്രയും മൂല്യമുണ്ടാകും. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് വന്നാൽ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും പ്രകാശ് രാജ് കോഴിക്കോട്ട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞു. Look at his arrogance. And few months back he said, we are here for 50 years. Nobody can move us. As if it is his father's property, this India is. I will decide once in 5 years who has to rule me. Not you. Okay, point number 1. Now he says, losing 2019 elections is like Marathas losing Panipat war in 1719. And I tell him, this is not 1719. Nor are you a Maratha,
nor we citizens who are going to put you down, Afghans. We are Indians. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുമെന്ന സ്വാമി അഗ്നിവേശ് അഖിലേഷ് യാദവിന്റെയും മായാവതിയുടെയും പിന്തുണ ലഭിക്കും എന്നും സ്വാമി അഗ്നിവേശ് കോഴിക്കോട് പറഞ്ഞു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഐ ആം നോട്ട് എ ഹിന്ദു എന്ന സെഷനിൽ സംസാരിക്കവെയാണ് സ്വാമി അഗ്നിവേശ് വാരണാസിയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. മോഡി വാരണാസിയിൽ മത്സരിക്കുകയാണെങ്കിൽ പൊതുസ്ഥാനാർത്ഥിയായി താൻ മത്സരരംഗത്തുണ്ടാകുമെന്നും SP BSP സഖ്യം പിന്തുണ അറിയിച്ചുവെന്നും സ്വാമി അഗ്നിവേശ് പറഞ്ഞു. And if some of these Mahagathbandhan like Akhilesh and Mayawati, they are ready to adopt me as their common candidate, I will definitely contest against Modi, and I am very sure I will defeat him. മായാവതി അഖിലേഷ് സഖ്യം പ്രഖ്യാപിക്കപ്പെട്ട മണിക്കൂറുകൾക്കകമാണ് അഗ്നിവേശ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ വാരണാസിയിൽ പോയപ്പോൾ നരേന്ദ്രമോദിക്കെതിരായ ജനവികാരം നേരിട്ടറിഞ്ഞു. അതുകൊണ്ട് മോദി അവിടെ മത്സരിക്കുമെന്ന് കരുതുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയാണ് ഓരോ പൗരനും പിന്തുടരേണ്ടതെന്ന സന്ദേശമുയർത്തിക്കൊണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ കന്യാകുമാരിയിൽ നിന്നും കാസർഗോഡ് വരെ പദയാത്ര നടത്തുമെന്നും സ്വാമി അഗ്നിവേശ് പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. പാർലമെന്റ് പാസാക്കിയ സാമ്പത്തിക സംവരണത്തിനായുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചു. സർക്കാർ വിജ്ഞാപനം ചെയ്തതോടെ ഭേദഗതി പ്രാബല്യത്തിലായി. ഇനി സംവരണത്തിനുള്ള വ്യവസ്ഥകൾ നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവോ നിയമമോ കൊണ്ടുവരും. തീരുമാനത്തിനെതിരായ സുപ്രീം കോടതിയിലെ ഹർജി സർക്കാരിന് നിർണായകമാകും. സാമ്പത്തിക സംവരണ ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി 5-ാം ദിവസമാണ് ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നത്. മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ജോലിയിലും പൊതു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% വരെ സംവരണം ഉറപ്പിക്കുന്നതാണ് ബില്ലിലൂടെ നിലവിൽ വന്ന ഭരണഘടനയുടെ 103-ാം ഭേദഗതി. സംവരണം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് ഇനി സർക്കാർ ഉത്തരവോ നിയമമോ കൊണ്ടുവരാം. 8 ലക്ഷം രൂപ വാർഷിക വരുമാനം, 5 ഏക്കർ വരെ ഭൂമി എന്നിവയാണ് സംവരണത്തിന് മന്ത്രിസഭ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ. ഉത്തരവിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നതെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ ഇത് പാസാക്കിയാൽ മതി. മാനദണ്ഡങ്ങൾ, സംവരണം എത്ര ശതമാനം വരെ എന്നീ കാര്യങ്ങൾ നിശ്ചയിച്ച് നിയമനിർമ്മാണത്തിന് സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ടാകും. അതേസമയം കേന്ദ്ര സർക്കാരിന് ഇനി ഏറെ നിർണായകമാവുക സുപ്രീം കോടതി നടപടികളാണ്. ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് കാട്ടി യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന സംഘടന ഇതിനകം തന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സംവരണ പരിധി 50% കവിയരുതെന്ന് 1993 ഇന്ദിരാ സാഹ്നി കേസിൽ സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ പരിശോധനയിൽ ബില്ലിന് അംഗീകാരം നേടിയെടുക്കുക സർക്കാരിന് വെല്ലുവിളിയാകുമെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18 ഡൽഹി. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സംഘടന അന്വേഷിക്ക് 25 വയസ്സ്. വാർഷികാഘോഷം ചലച്ചിത്രതാരം റിമ കല്ലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. 1993 നവംബറിൽ കോഴിക്കോട് കോട്ടുളി കേന്ദ്രീകരിച്ചാണ് അന്വേഷി പ്രവർത്തനം ആരംഭിച്ചത്. സാമൂഹ്യ, രാഷ്ട്രീയ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരായ വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു അന്വേഷിയുടെ 25-ാം വാർഷികാഘോഷ പരിപാടികൾ. ചലച്ചിത്രതാരം റിമ കല്ലിങ്കൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. WCC എന്ന സംഘടന രൂപീകരിച്ചതു മുതൽ അന്വേഷി മികച്ച പിന്തുണ നൽകിയെന്ന് റിമ പറഞ്ഞു. ഇതല്ലെങ്കിൽ ഇത് എന്നൊരു ചോയ്സ് എങ്കിലും ഉണ്ടാവുക എന്നുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ള ഒരു വിഷനാണ് എനിക്ക് ഫെമിനിസം. ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിലേക്കാളും ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ചേച്ചി എന്നെ വിലമതിക്കുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങളിൽ പലതും സ്ത്രീകൾക്കെതിരാണെന്നും ഇത് അവസാനിപ്പിക്കാൻ സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങണമെന്നും CK ജാനു പറഞ്ഞു. നാനാ തുറകളിലും ഉള്ള സ്ത്രീകൾക്ക് വേണ്ടി, അവർക്കെതിരെയുള്ള അടിമത്തത്തിനെതിരെ, അസംബന്ധത്തിനെതിരെ, അവരുടെ ഐക്യത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ജീവിക്കാനുള്ള മൗലിക അവകാശത്തിന് വേണ്ടി ഒക്കെ വളരെ സജീവമായി അവർക്ക് ഉപകരിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അന്വേഷിയുടെ 25-ാമത്തെ വാർഷികം. ഐസ്ക്രീം പാർലർ കേസ് ഉൾപ്പെടെ ഒട്ടേറെ സംഭവങ്ങളിൽ അന്വേഷി നിയമപോരാട്ടം നടത്തി. കൗൺസിലിംഗ് സെന്റർ, ഷോർട്ട് സ്റ്റേ ഹോം, നിർഭയ കേന്ദ്രം തുടങ്ങിയവയും അന്വേഷിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. മലബാറിലെ വിനോദസഞ്ചാര മേഖലയുടെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി മലബാർ ടൂറിസം സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള വിനോദസഞ്ചാര മേഖലയിൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് സൊസൈറ്റിയുടെ ലക്ഷ്യം. വിനോദസഞ്ചാര മേഖലയിലെ സേവനദാതാക്കളുടെ സംയുക്ത സംരംഭത്തിനാണ് മലബാർ ടൂറിസം സൊസൈറ്റിയിലൂടെ തുടക്കമായത്. ഓരോ പ്രദേശത്തെയും ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു. കേരള ട്രാവൽ മാർട്ട് പോലെ
മലബാർ ട്രാവൽ മാർട്ട് ആരംഭിച്ച് കൂടുതൽ ആളുകളെ ആകർഷിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 2 വർഷത്തിലൊരിക്കൽ എന്നത് ഇപ്പോൾ ഈ വർഷം KTM നടന്നു. അടുത്ത വർഷം നിശ്ചയമായിട്ടും മലബാർ ട്രാവൽ മാർട്ട് നമുക്ക് നടത്താൻ സാധിക്കും. മലബാർ ടൂറിസം സൊസൈറ്റി അതിന് മുൻകൈയെടുക്കുക, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ 1-2 വർഷമൊക്കെ വേണ്ടിവരും. ഒരു ട്രാവൽ മാർട്ട് ഫലപ്രദമായിട്ട് നടത്താൻ സാധിക്കണമെങ്കിൽ 1 വർഷത്തെ കഠിനമായിട്ടുള്ള അധ്വാനം, നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഒക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. മലബാറിന്റെ സവിശേഷതകൾ ലോകത്തെ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അതിന് സർക്കാരിന്റെ പിന്തുണയും മന്ത്രി വാഗ്ദാനം ചെയ്തു. കണ്ണൂർ വിമാനത്താവളത്തെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികളും മലബാർ ടൂറിസം സൊസൈറ്റി ആവിഷ്കരിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.